മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ രണ്ട് മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ ഈ മുതിർന്ന രണ്ട് IPS ഉദ്യോഗസ്ഥരുടെ പേര് വിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല നോർമൽ കേസിൽ. പക്ഷേ ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും. ഈ അന്വേഷണം സത്യസന്ധവും നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കണം. ഇത് അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത കേസാണ്. ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കും. എവിടെ പാളിച്ച വന്നാലും അവിടെ പറയും. അതുകൊണ്ടാണ് മന്ദഗതിയിലാണ് ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കോടതി കൂടി പരിശോധിച്ചിട്ട് കോടതി കൃത്യമായ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അതിനെ തുടർന്ന് ആ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുന്നോട്ട് പോകട്ടെ. എന്നിട്ട് നമുക്ക് SITയിൽ ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ സംസാരിക്കുന്നത് വരെ ഞാനൊരു അവിശ്വാസം രേഖപ്പെടുത്തുന്നില്ല. അവരുടെ മീതെ സമ്മർദ്ദമുണ്ട്. നേരത്തെ ഉണ്ടായി. ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഉണ്ടായി. പക്ഷെ അവരതിനെ മറികടന്ന് വാസുവിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നോക്കുകയാണ്. അവർ യഥാർത്ഥ കുറ്റവാളികളെ വൻ സ്രാവുകളെ വീണ്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അതെല്ലാം വളരെ ഗൗരവതരമായ കോടതി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കോടതി കുറേ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ വൻ തോക്കുകളുടെ ബിഗ് ഗൺസ് എന്നും കോടതി എടുത്തു പറഞ്ഞ ഒരുപാട് ആളുകളുടെ കാര്യമുണ്ട്. അതൊക്കെ ഉൾപ്പെടെ നമുക്ക് നോക്കാം. കുറച്ച് ദിവസം കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് SIT അല്ല CBI ആണ് വേണ്ടത് എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകരുത്. കേരള പോലീസ് നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പോലീസാണെന്ന് വരുത്തി തീർക്കരുത്. കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങോട്ട് പോയതെന്ന് നമുക്ക് പറയാമല്ലോ. ഈ അറസ്റ്റിലായ രണ്ടുപേരും അറസ്റ്റിലാവില്ലായിരുന്നു. ഗവൺമെൻറ് നിയന്ത്രണത്തിലായിരുന്നു SIT എങ്കിൽ ഈ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്യില്ല. കുറേ ജീവനക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് ഇത് അവസാനിപ്പിച്ചാണ്. ഇനിയും വരണം. ഈ ഉത്തരവാദികളായ ആളുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചിരിക്കുന്ന രണ്ടുപേരാണ്. അല്ല വരട്ടെ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ നമുക്ക് പറയാം. അവർ നോക്കട്ടെ, അവർ പിൻവലിയൊന്നും നോക്കട്ടെ. ഞാൻ കൃത്യമായിട്ടാണ് പറയണത്. ഈ ശബരിമല ഉണ്ടായ സമയം പോലെ നമ്മൾ പറയുന്ന ഒരു കാര്യവും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. കോടീശ്വരന് വിറ്റോ എന്ന് ചോദിച്ച കാര്യം കോടതി ശരിവെച്ചു. അന്താരാഷ്ട്ര റാക്കറ്റ് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് കോടതി തന്നെ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.